ഹായ് ഫ്രണ്ട്സ്, NJPSലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. സ്പെഷ്യലായിട്ട് അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ, സ്വന്തം കുട്ടികൾക്ക് പോഷകക്കുറവ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് ഇത് തീർച്ചയായിട്ടും ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. അറിയുന്ന ഒരു കാര്യമാണ്, എന്നാൽ പോലും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ. ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് ചിലപ്പം ഇത് എന്ത് ചെയ്യാനാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം കറിവേപ്പില കാണുന്നുണ്ടാവും, പച്ചമുളക് കാണുന്നുണ്ടാവും, ഇടയ്ക്കൂടെ ഒരു ചീരയും കാണുന്നുണ്ടാവും. നമ്മൾ ഇംഗ്ലീഷ് ചീര എന്നാട്ടോ ഈ ഭാഗത്തൊക്കെ വിളിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് ഈ ചീരയ്ക്ക് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഇംഗ്ലീഷ് ചീര എന്ന് വിളിക്കുന്ന ഈ ചീര കൊണ്ട് ഒരു ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചീര ഒരു നിസ്സാരക്കാരനല്ല കേട്ടോ. ഒരുപാട് പോഷക ഘടകങ്ങളുടെ ഒരു കലവറയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിറ്റാമിൻ സി, കാർബോഹൈഡ്രേറ്റ്, ഫോസ്ഫറസ്, അയൺ തുടങ്ങി ഒരുപാട് പോഷക ഘടകങ്ങളാണ് ഈ ഒരു ചീരയിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിലും കൂടുതൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. എൻ്റെ ഒരു അറിവ് വെച്ച് ഇത്രയും തന്നെ പോഷക ഘടകങ്ങൾ ഈ ചീരയ്ക്കുള്ളിലുണ്ട്. എല്ലാ ചീരകളിലും ഇതുപോലെ തന്നെ പോഷക ഘടകങ്ങളുണ്ട്. എന്നാലും നമുക്ക് ഈസി ആയിട്ട് വളർത്താനും ഏത് കാലത്തും ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ചീരയാണ് ഇത്. ഇത്രയും ബെനിഫിറ്റ് ഉള്ളതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ദോഷവും ഇതിനുണ്ട്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് ഞാൻ വൈകാതെ വീഡിയോയ്ക്ക് ഇടയിലായിട്ട് പറയുന്നതാണ്. നമുക്കിനി കുക്കിങ്ങിലേക്ക് പോവാം. ആദ്യം ഞാൻ ഈ ഇലകളൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. പറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാനൊന്ന് പറയുകയാണ്. ഇളയ ഇലകളാണ് കൂടുതലായിട്ട് നമ്മൾ പറിക്കേണ്ടത്. താഴോട്ടുള്ള ഇലകൾ മൂത്ത ഇലകൾ എന്നാണ് പറയുക. അതായത് കുറച്ച് കട്ടി ഉണ്ടാവും. അത് പറിക്കാതെ ഇരിക്കുക. പൂക്കളും കായകളും ഒക്കെ ഉള്ള ഇലകളായിരിക്കും ഈ മൂത്ത ഇലകളായിട്ട് ഉണ്ടാവുക. അത് മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ ഞാൻ ഇലകളൊക്കെ പറിച്ചെടുത്തു. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഇലയാണ്. അപ്പം ഇത്രയും ഞാൻ പറിച്ചെടുത്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകണം. പ്രത്യേകിച്ച് വേനൽക്കാലം ആയതുകൊണ്ട് ഇലകളിലൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പൊടിയുണ്ട്. അങ്ങനെ പാറി പാറി പറ്റി പിടിച്ചിരിക്കുന്ന പൊടികളാണ്. അപ്പം ഇത് നന്നായിട്ട് ഒലച്ച് കഴുകുക, അതായത് ഉരച്ചൊരച്ച് കഴുകുക. ഞാനിങ്ങനെ ഒരു ചെറിയൊരു ബക്കറ്റിലിട്ട് നന്നായിട്ട് കഴുകുകയാണ് കേട്ടോ. ഈ കഴുകുന്ന വീഡിയോ ഒക്കെ ഞാൻ സ്പീഡായിട്ട് കാണിക്കുകയാണ് കേട്ടോ. ശേഷം ഇനിത് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഈ പാത്രത്തിലേക്ക് ഞാനിത് നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഈ രീതിയിൽ അരിഞ്ഞെടുത്തു കേട്ടോ. ഇനി ഉപ്പേരിയിലേക്ക് ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് പറയാം. ഈ ചീര പറിക്കുന്ന സമയത്ത് നിങ്ങളൊരു പച്ചമുളക് കണ്ടിട്ടുണ്ടാവും. അപ്പം അത് ഞാനങ്ങ് പറിച്ചെടുത്തു. ഒരു 5-6 എണ്ണം. ഈ ചീരപ്പേരിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കുന്നത് പച്ചമുളക് കുറച്ച് ഉയർന്ന് നിൽക്കുമ്പോഴാണ്. അതായത് പച്ചമുളകിൻ്റെ ടേസ്റ്റ് തേങ്ങയിൽ കുറച്ച് ഉയർന്ന് നിൽക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക. ചെറിയുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കുക. ഞാൻ ഒരു വലിയ ചെറിയുള്ളിയാണ് എടുത്തത്. കാരണം ചെറിയുള്ളി കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് അത് മാത്രം എടുത്തു. മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തു. ഉള്ളിയും പച്ചമുളകും മാത്രം ഒന്ന് മിക്സായി ചതയുന്നവരെ. പിന്നെ ഉണ്ടാക്കാൻ പോവാണ്. ഇതുപോലെ ഒരു പാത്രം വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ, നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു. പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ച ചീര അതിലിട്ട് നന്നായിട്ട് ഇളക്കി. ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മൾ തേങ്ങയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഞ്ഞപ്പൊടി എന്തായാലും നിർബന്ധമായിട്ടും ചേർക്കുക. കാരണം ഈ ചീരകളിൽ പല രീതിയിലുള്ള പ്രാണികൾ പറ്റി പിടിച്ച് വളരാറുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കഴുകിയാലും ചിലപ്പോൾ അതിന് എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടാൽ നമുക്കത് ദോഷം ചെയ്യില്ല. പിന്നീട് ഞാൻ ഈ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ടും നന്നായിട്ട് ഇളക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് ചിലൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ദോഷങ്ങളുണ്ടെന്ന്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ വേവലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ചീര നന്നായിട്ട് വേവണം, ഇല്ലെങ്കിൽ ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുമെന്ന് ഒരു കണ്ടെത്തൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം മൂത്ത ഇലകൾ പറിക്കാതിരിക്കുക. കാരണം മൂത്ത ഇലകൾ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതുപോലെ അതിന് ടേസ്റ്റിനും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇളയ ഇലകളാണ് കുറച്ചുകൂടി ടേസ്റ്റും പെട്ടെന്ന് വേവുകയും ചെയ്യും. അങ്ങനെ ഇത് ഞാൻ മൂടി വെച്ച് വേവിച്ച് ഉപ്പ് ആവശ്യമുണ്ടോ നോക്കി ഇട്ടതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് സെറ്റാക്കി എടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണ്. ഹെൽത്തിയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ഉപ്പേരിയും തൈരും അച്ചാറും ചമ്മന്തിയും ഒക്കെ ആയിട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്ര വരെയാണ്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക.
എൻ്റെ ഈ ചാനലിനെ പറ്റിയിട്ടോ എൻ്റെ പ്രസൻറ്റേഷനെ പറ്റിയിട്ടോ എന്തെങ്കിലും തെറ്റോ കുറവുകളോ അല്ലെങ്കിൽ നല്ലതോ ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂട്ടത്തിലുള്ള ബെൽ ഐക്കണും കൂടി പരിഗണിക്കുക. അപ്പം എല്ലാവർക്കും ബൈ.